നികേഷ് പറയും കുശുമ്പും കുഞ്ഞായ്മയൊന്നും സുഭാഷ് ചേട്ടന് മനസ്സിലില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഹരീഷ് പറയും സുധീഷ് ചേട്ടനെ എന്താ ഇങ്ങനെ തോന്നിയെന്ന് ഇപ്പം മനസ്സിലായി. സുധീർ പറയും പോടാ, കഷ്ടപ്പെട്ട് അവിടെ വരെ ഫോട്ടോ എടുക്കാൻ പോയാൽ എനിക്കിട്ട് തന്നെ വെച്ചോ. നിധി പറയും ആ നേരം കൊണ്ട് സുഭാഷ് ചേട്ടന് നല്ലൊരു കൂട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചൂടെ. അച്ഛൻ സൈക്കിളെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. റോഡിൽ വെച്ച് ബ്രോക്കറുമായിട്ട് കണ്ടുമുട്ടും. ബ്രോക്കർ പറയും ഭാസ്കരേട്ടാ, നിങ്ങളെ നോക്കി നടക്കുകയായിരുന്നു ഞാൻ. ഭാസ്കരൻ പറയും താൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ, എൻ്റെ മോനെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചെടുക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ. അയാൾ പറയും അങ്ങനെ മാത്രം പറയരുത്, ഞാൻ എത്ര പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു, അവർക്കും കൂടി ഇഷ്ടമാവണ്ടേ. നിങ്ങളെ വീടിനെ പറ്റി ചോദിച്ചാൽ നാട്ടുകാർ എന്തൊക്കെ പറയാമെന്ന് അറിയാലോ. ഭാസ്കരൻ ചോദിക്കും എൻ്റെ വീടിന് മാത്രം എന്താടോ ഇത്ര പ്രശ്നം. അയാൾ പറയും നാട്ടുകാരുടെ നാവല്ലേ, അവർ പറയും പെണ്ണ് വാഴാത്ത വീടാണ്. ഭാസ്കരൻ ചോദിക്കും എന്നിട്ട് തങ്കം പോലെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലില്ലേ. അയാൾ പറയും അത് പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ. അച്ഛൻ പറയും ഒരാഴ്ചയ്ക്കുള്ളിൽ അവനെ പറ്റിയൊരു പെൺകുട്ടിയെ താൻ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ പിന്നെ താൻ ഈ പരിപാടി അങ്ങ് നിർത്തിയേക്ക്. പിന്നെ കുട്ടി നല്ലതായിരിക്കാൻ വേണം. അയാൾ അതിനൊക്കെ സമ്മതിക്കുകയാണ്. അവരെല്ലാവരും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. നിധി പറയും ബിരിയാണി നന്നായിട്ടുണ്ട്, മസാലയൊക്കെ പെർഫെക്റ്റാണ്. എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെ. ശ്രുതി പറയും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. സുഭാഷ് ചോദിക്കുക എന്ത് കാര്യം. പണ്ടേ ഒരു പെൺകുട്ടി എന്നോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു, പെട്ടെന്ന് അവൾ എന്നോട് സംസാരിക്കാതായി, വേറൊരു പയ്യനായിട്ട് കൂട്ടുകൂടി. അന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു നമുക്കുള്ളതാണെങ്കിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് തിരിച്ചു വരും, നമുക്കുള്ളതല്ലെങ്കിൽ എന്ത് അണ കെട്ടി നിർത്തിയാലും അത് പോകും. ഓർമ്മയുണ്ടോ സുഭാഷ് ഏട്ടന്. സുഭാഷ് പറയും എനിക്ക് ഓർമ്മയില്ല. ശ്രുതി പറയും എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. സുഭാഷ് ഏട്ടൻ ഇനി അതോർത്ത് വിഷമിക്കരുത്, സുഭാഷ് ഏട്ടനുള്ളതാണെങ്കിൽ അത് തിരിച്ചു വരും. നികേഷ് പറയും ഇത് കള്ളം, പച്ചക്കള്ളം. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ സംഗതിയേ ഉണ്ടായിട്ടില്ല, അത് ഞാൻ തെളിയിച്ചു തരാം. ഒരു പെൺകുട്ടി സുധീഷ് ഏട്ടനോട് മിണ്ടാതിരുന്നിട്ടെങ്കിൽ സുധീഷ് ഏട്ടൻ അങ്ങോട്ട് കയറി സംസാരിക്കും. ഇത് കേൾക്കുമ്പോൾ ഹരീഷ് പറയും അത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ്. ശ്രുതി പറയും എന്നാൽ ഞാൻ നിൻ്റെ 10ാം ക്ലാസ്സിലെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ഹരീഷിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം. നിധി വളരെ സന്തോഷത്തോടെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിധി നോക്കുന്നത് ശ്രുതി ഒന്ന് കാണും. രാത്രി കിടക്കാൻ നേരത്ത് ശ്രുതി ഫോണിൽ ഓരോ റീലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് വന്ന് ശ്രുതിയോട് ചോദിക്കും നീ പെൺപിള്ളാരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണോ, കല്യാണം കഴിഞ്ഞിട്ടും നിൻ്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടില്ല. ശ്രുതി പറയും ഇക്കാര്യം നിധിയോട് പറയാൻ ധൈര്യമുണ്ടോ ചേട്ടന്. സുഭാഷ് പറയും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം, നിനക്കും അങ്ങനെ ആഗ്രഹമില്ലേ. ശ്രുതി ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, അതിന് ഞാനിപ്പോൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ. അവരിങ്ങനെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നമ്മളൊക്കെ കണ്ട് ലൈക്ക് അടിക്കാനല്ലേ, ലൈക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമമാവില്ലേ. ആ സമയത്ത് സുഭാഷിനൊരു ഫോൺ വരികയാണ്. ശ്രുതി പറയും ഇത് നമ്മൾ കോഫി ഷോപ്പിൽ വെച്ച് കണ്ട പെൺകുട്ടിയാണല്ലോ, നമ്മുടെ ബെസ്റ്റിയുള്ള പെൺകുട്ടി. സുഭാഷ് പറയും ഫോൺ എടുക്കണ്ട. ശ്രുതിയാണെങ്കിൽ കോൾ എടുക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ആ കോള് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ കട്ടായി പോവും, പിന്നെയും വിളിക്കും. അപ്പോഴും സുഭാഷ് ഫോണൊന്നും എടുക്കില്ല. ശ്രുതി ചാടിക്കറി ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ഒരു പൂവാലം സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സുഭാഷ് തടയാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ശ്രുതി അതൊന്നും സമ്മതിക്കില്ല. ആ പെൺകുട്ടിക്ക് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. അവസാനം പക്ഷേ ശ്രുതി പറയും ഞാൻ സുഭാഷല്ല, സുഭാഷിൻ്റെ അനിയനാണ്, നിങ്ങളെപ്പോലെ ഒരു പെൺകുട്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ വിളിക്കുന്നവരെ ബെസ്റ്റിയോട് സംസാരിച്ചിരുന്നാൽ പോരെ. അതും പറഞ്ഞിട്ട് ശ്രുതി ആ കോള് കട്ട് ചെയ്യാണ്. അത് കാണുമ്പോൾ സുഭാഷിന് സന്തോഷമാവും. ശ്രുതി പറയും എല്ലാ പെൺകുട്ടികളോടും ഒരുപോലെ അല്ല ശ്രുതി പെരുമാറുക. സുഭാഷ് പറയും ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്ക് നികേഷ് ഒന്ന് ഞെട്ടി ഉണരും. അവർ 3 പേരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയാണ്. രാവിലെ അരുണ് എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. സാന്ദ്ര ചോദിക്കും ഉച്ചയ്ക്ക് വരില്ലേ. അരുൺ പറയും വരും. അരുണ് എന്തോ എടുക്കാൻ മറന്നിട്ട് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ആ സമയത്ത് സാന്ദ്ര എന്തോ കള്ളത്തരം കാണിക്കുന്ന പോലെ അരുണിന് തോന്നും. സാന്ദ്ര അലമാരയിൽ നിന്ന് നിധിയുടെ ആധാർ കാർഡ് എടുത്തിട്ട് ഫോട്ടോ എടുത്ത് അയക്കാൻ നോക്കുകയാണ്. പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല. സാന്ദ്ര ഫോൺ കുത്തിയിട്ടിട്ട് അവിടെയുള്ളൊരു ബുക്കിൽ ആ നമ്പർ എഴുതി വെക്കും. സാന്ദ്ര അവിടുന്ന് മാറിക്കഴിയുമ്പോൾ അരുണ് ആ ബുക്ക് എടുത്തിട്ട് അതിലെന്താ എഴുതിയതെന്ന് നോക്കും. ആ നമ്പർ കാണുമ്പോൾ അരുണ് ആ നമ്പർ മാറ്റം വരുത്തും. അവരൊക്കെ പോയതിനു ശേഷം സാന്ദ്ര വന്നിട്ട് ആ ബുക്കിലെ നമ്പർ ഫോട്ടോ എടുത്തിട്ട് നിധിക്ക് അയച്ചു കൊടുക്കുകയാണ്. നിധിക്ക് അത് കിട്ടുമ്പോൾ സന്തോഷമാവും.